ഹലോ ഗുഡ് മോർണിംഗ്. തമ്പനെയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഇന്നൊരു ചെറിയ ബിസിനസ് ഐഡിയയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മീഡിയം പ്ലാന്റ്സ് ആണെന്ന് അറിയാലോ. നമ്മളുടെ യൂട്യൂബ് ചാനലായാലും പ്ലാന്റ്സിനെയും ചെടികളെയും അല്ലെങ്കിൽ മരങ്ങൾ കൃഷി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചാനലാണ്. അപ്പോൾ അതോടൊപ്പം ചെറിയ ബിസിനസ് ഐഡിയാസും ഞാൻ ഓൺലൈനിലാണ് പ്ലാന്റ്സ് മുഴുവൻ സെല് ചെയ്യുന്നത്. ഇന്ത്യ മുഴുവനും നമ്മൾ പ്ലാന്റ്സ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരിട്ട് അയക്കുന്നതുമുണ്ട്, ബൈ സെൽ ചെയ്യുന്നതുമുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പം ഇപ്പോൾ ഞാനൊരു ചെറിയ ഒരു കാര്യം കാണിച്ചു തരാം. അതും നമ്മൾ ഈ പ്ലാൻ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളാണ്, 25 എണ്ണം, ഒരു ഓർഡർ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കും. നമ്മൾ ഒരു 15 ദിവസം മുമ്പാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് ഒരിക്കൽ നമ്മൾ ചെയ്ത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഒരു പരിപാടിയിൽ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റായിട്ട് കൊടുക്കില്ലേ, അപ്പം മടങ്ങി പോകുമ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗിഫ്റ്റ്. അപ്പോൾ അതുപോലെ അന്ന് കൊടുത്തു. പക്ഷെ അത് അന്ന് നമുക്കിത് ചെയ്യാൻ വേണ്ടത്ര സമയം കിട്ടാത്തതുകൊണ്ടും രണ്ടാമത് ഓർഡർ ചെയ്ത് വന്ന പ്ലാന്റ് അത് ഇത്ര ആപ്റ്റ് അല്ലാത്തത് കൊണ്ടും അത് ആ ദിവസത്തേക്ക് അത് കുഴപ്പമാവുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് നല്ലൊരു ഐഡിയ ആണെന്ന്. അപ്പം ഇത് ഇപ്പോൾ പിന്നീട് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും ചെയ്യാണ്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ റിലേറ്റീവ്സിൻ്റെയോ ബന്ധുക്കളുടെയോ ഒക്കെ ഫങ്ഷനിൽ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ. നിങ്ങൾ ചെടികളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചെടികളെ കൊണ്ട് തന്നെ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഹെവൻലി ഗാർഡൻ, അപ്പോൾ അവർ നമുക്ക് കുറച്ച് പ്രൈസ് കുറവിനാണ്. അവിടെ ഡയറക്റ്റ് സെല്ലിങ്ങിന് കിട്ടുന്ന പ്രൈസിനേക്കാളും കുറവിനായിരിക്കും നമ്മളെപ്പോഴും അവിടുന്ന് ചെടികൾ കൊണ്ട് എടുക്കുന്നത് കൊണ്ട് നമുക്ക് തരാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രൈസുകളും ഞാൻ പറയാം. നമ്മൾ എത്ര രൂപയ്ക്കാണ് സെൽ ചെയ്യുന്നത്, അപ്പോൾ എത്ര രൂപയാണ് നമുക്ക് ലാഭം കിട്ടുക. ഇനി നിങ്ങൾ ഇറ്റ് ഡിപ്പെൻസ്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഫങ്ഷന് നമ്മളത് ചെയ്യുകയാണ്. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പൈസ കുറയ്ക്കാം അല്ലെങ്കിൽ ലാഭിക്കാം, ഇതൊക്കെ നിങ്ങളുടെ ഒരു മെൻ്റൽ കാൽക്കുലേഷനും നിങ്ങളുടെ ഒരു എന്തെന്നാ പറയുക, നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി. വേറൊരു ഐഡിയ വേറൊരാൾ പറയുമ്പോൾ അതുപോലെ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധി ഉപയോഗിക്കണം. നിങ്ങളുടെ എനർജി അതിൽ വരുന്നുണ്ട്, നിങ്ങളുടെ സമയം. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ചെയ്യുമ്പോഴാണ് ഇത് ശരിക്കും നമുക്കിത് ലാഭം കിട്ടുക നഷ്ടം വരിക എന്നുള്ളേക്കാൾ കൂടുതൽ കുറേ കാര്യങ്ങൾ നമ്മളതിൽ പഠിക്കും. അപ്പോൾ ഞാനതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സ്റ്റാർ ഗ്രാസ് ഒരു നവംബർ ഡിസംബർ മാസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തപ്പം ഇതുപോലെ പൂക്കളും കൂടി ഉള്ള ഇതുകളായിരുന്നു നമുക്ക് ആദ്യം വന്നത്. അപ്പോൾ സ്റ്റാർ ഗ്രാസ് ഇതിന് നല്ലൊരു ഓപ്ഷനാണ്. ഇതുപോലെ ചെറിയ പോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത് 5 രൂപ വെച്ചിട്ടാണ്. ഇത് സെഡാർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതിൽ പോട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിന് നമുക്ക് ചെടിക്ക് പ്രൈസ് വന്നിട്ടില്ല. അതേസമയം സ്റ്റാർ ഗ്രാസ് നമ്മൾ 15 റുപ്പീസാണ് ഒരു കവറിന് വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലസ് 5 രൂപ ഈ പോട്ടിൻ്റെ വില. പിന്നെ നമ്മൾ പോട്ടിംഗ് മിക്സ് നമ്മൾ ഈ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ 10 കിലോ 120 രൂപയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത്. നമ്മൾ സാധാരണ ഇവിടെ എംസാൻഡ് പ്ലസ് മണ്ണ് പ്ലസ് ചാണകപ്പൊടി ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച വളം നമ്മൾക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ അതും കൂടി 1 ടീസ്പൂണോളം ചേർക്കാറുണ്ട്. അപ്പോൾ കാൽക്കുലേഷൻ ഒരു ലാഭമോ നഷ്ടമോ അല്ലെങ്കിൽ ഇത്ര പ്രൈസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ 10 കിലോൻ്റെ പോട്ടിംഗ് മിക്സ് വാങ്ങുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 1/2-3 കിലോ മാത്രമേ ഉപയോഗിച്ചുള്ളൂ അതിൽ നിന്ന്. പക്ഷെ പെർലൈറ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇതൊക്കെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ്. പിന്നെ അതിൽ നമ്മൾ ഒട്ടിച്ചേക്കണ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് അത്രയും ഒരു ഫുൾ ഇതിന് 15 രൂപയുള്ളൂ. പക്ഷെ അതൊക്കെ വാങ്ങാൻ പോകണം, അതിൻ്റെയൊക്കെ എക്സ്പെൻസുകൾ അങ്ങനെയൊക്കെ കൂട്ടി ആണെങ്കിൽ അതെല്ലാം നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടി
സാറ്റിസ്ഫാക്ഷൻ ആക്കാൻ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ പ്രൈസ് കണക്കാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ഐഡിയ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഈ സീഡം പ്ലാന്റ് എനിക്ക് ഇവിടെ ഒരുപാട് ഇപ്രാവശ്യം ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനൊരു സെല്ലിങ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടി കണക്കാക്കുമ്പം നമുക്ക് നല്ല വിലക്കുറവിന് തന്നെ ഈ ഒരു റിട്ടേൺ ഗിഫ്റ്റ് ഓർഡർ എടുക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഓൺലൈനായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ലോക്കൽ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മളിതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അതായത് നിയർ ബൈ സ്കൂൾസിൽ, പരിസ്ഥിതി ദിനത്തിൽ ഒക്കെ നമ്മുടെ ഏരിയാസിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലൊരു ഗിഫ്റ്റ് അവിടെ കാണിച്ചു കൊടുക്കുക. നമ്മൾക്ക് കിട്ടേണ്ട പ്രൈസ് പറയുക. അതിനൊരു 15 days. ഇപ്പം നിങ്ങൾ നേരത്തെ പോട്ടിങ് ചെയ്യുന്നത് കാണിച്ചപ്പോൾ കണ്ടു, ഇതിൻ്റെ ഉള്ളിലുള്ള ലീവ്സൊക്കെ യെല്ലോ കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു 10-12 ദിവസം കൊണ്ട് ഇതിന് നല്ല അതിൽ വേര് പിടിച്ച് നല്ല ഉഷാറായി നല്ല ഗ്രീനിഷ് കളറിൽ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ചാണപ്പൊടി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നല്ല ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കാണിച്ചു തരാം. അതിൻ്റെ വെയിറ്റ് നോക്കിയോളൂ. ഏകദേശം ഒരു 400-നും 1/2 കിലോ വീതം ഉള്ള വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അയച്ചു കൊടുക്കാൻ അത്ര കോസ്റ്റ് എഫക്റ്റീവ് ആവില്ല. കാരണം കൊറിയറിൽ അയക്കുമ്പം 1 കിലോൻ്റെ താഴേക്ക് തന്നെ 60 രൂപ വരും. നമ്മളിപ്പോൾ ഈ ഒരു സെറ്റിങ്സിന് ഒരു 60 രൂപ വാങ്ങിച്ചാൽ സെയിം പ്രൈസ് തന്നെ കൊറിയർ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ 25 എണ്ണമൊക്കെ അയക്കുമ്പോൾ ഒരുപാട് കൊറിയർ ചാർജ് വരും. അപ്പോൾ ഇതിൽ തന്നെ ചിലത് നമ്മൾ താഴെ പിത്ത് തെർമോക്കോൾ ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഏകദേശം ഒരു 250 ഗ്രാമൊക്കെ വരുള്ളൂ. അപ്പോൾ ഒരു 4 പോട്ട് 1 കിലോന് പോവും. അപ്പോൾ ഈ കാൽക്കുലേഷൻസൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കേണ്ടതാണ്. ഈ പെഡുലാന്തസും ഇതുപോലെ സെറ്റ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ ഈ പെഡുലാന്തസിന് കുറച്ചും കൂടി പ്രൈസ് കൂടുതലാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹെവൻലി ഗാർഡൻ, അവിടെ നിന്ന് വന്നിട്ട് ഇത് അവരെടുത്തുകൊണ്ട് പോവും. അവിടെ വേറെ പോട്ടിലൊക്കെ ആക്കിയിട്ട് കൂടുതൽ പൈസനാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ലൈക്ക് ചെയ്തതിന് ശേഷം ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ഇന്നിപ്പോൾ 2-ാം തീയതി 20-ാം തീയതിക്കുള്ളിൽ വരുന്ന കമൻറ്റുകളിൽ നിന്ന് 5 പേർക്ക് നമ്മൾ ഈ ഒരു സീഡം പ്ലാന്റ്, അത് പോട്ട് ചെയ്തിട്ടുള്ള ഈ പോട്ട്, അതുപോലെ അത് മൊട്ടിക്കാനുള്ള സ്റ്റിക്കർ, ഇത് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.